പല മേഖലകളിലും പാറ്റേൺസ് ഉള്ള പ്രെഡിക്റ്റബിലിറ്റി ഉള്ള മേഖലകളിലൊക്കെ AI പതിയെ ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കും. ഈവൻ ഫിസിക്കാലിറ്റി ആവശ്യമുള്ള മേഖലകളിൽ പോലും AI റീപ്ലേസ്മെൻറ്റുകൾ കൊണ്ടുവന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്. പക്ഷേ ഈ ഒരു കാലത്തൊക്കെ നമ്മൾ സർവൈവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വാട്ട് എവർ ഈസ് കോർ ഹ്യൂമൻ വാല്യൂ എന്ന് പറയേണ്ടത്, എന്താണ് കോർ ഹ്യൂമൻ വാല്യൂ എന്നുള്ളത് ഇനിയും ഐഡൻറ്റിഫൈ ചെയ്യപ്പെടേണ്ടുന്ന കാര്യമാണ്. പക്ഷേ ഒരു ബേസിക് ഡെഫിനിഷൻ പോലെ പറയാം, സ്നേഹിക്കപ്പെടുക എന്നുള്ള സാധനമൊക്കെ ഇല്ലേ, അതൊക്കെ ഒരു കോർ ഹ്യൂമൻ വാല്യൂസിൽ പെടുന്നൊരു കാര്യമാണ്. അപ്പോൾ നമ്മൾ മനുഷ്യർ പരസ്പരം സ്നേഹിക്കാനും ഈവൻ ഈ ഒരു AI ഒക്കെ ഒരുപാട് ഇമ്പാക്റ്റ് ഉണ്ടാക്കി പല ജോലികൾക്കും അർത്ഥമില്ലാതാക്കുന്ന ഒരു കാലത്ത് പോലും മനുഷ്യർക്ക് പരസ്പരം സ്നേഹിക്കാനുള്ള കഴിവും പരസ്പരം കോപ്പറേറ്റ് ചെയ്ത് പുതിയ മേഖലകളിലേക്ക് മുന്നേറാനൊക്കെ ഉള്ള കഴിവിന് എല്ലാ കാലത്തും വാല്യൂ ഉണ്ടാവും എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ അതുകൊണ്ട് സ്റ്റേ ഹ്യൂമൻ, അതിന് ഒരുപാട് വാല്യൂസ് ഉണ്ട്. AI നമ്മളിന്ന് ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ മേഖലകളെയും ഏതെങ്കിലും തരത്തിൽ ഡിസ്റപ്റ്റ് ചെയ്യുമെന്നുള്ള കാര്യം ഉറപ്പാണ്. ചില ജോലികളെ പൂർണ്ണമായിട്ട് റീപ്ലേസ് ചെയ്തേക്കാം, ചില ജോലികളെ പാർഷ്യലായിട്ട് റീപ്ലേസ് ചെയ്തേക്കാം. എന്തായാലും നമ്മളെല്ലാവരും ഒരു ഐഡൻറ്റിറ്റി ഷിഫ്റ്റിന് വേണ്ടിയിട്ട് തയ്യാറെടുക്കേണ്ടതുണ്ട്. അപ്പോൾ നമ്മുടെയൊക്കെ മുൻഗാമികൾക്കും ഇതുപോലെയുള്ള ടെക്നോളജികൾ കാരണം ഒരുപാട് പ്രയാസങ്ങളൊക്കെ സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട്. അവർ കൃഷി ചെയ്യുന്ന രീതികളിൽ, യാത്ര ചെയ്യുന്ന രീതികളിൽ, അവരോരോ വസ്തു നിർമ്മിക്കുന്ന രീതികളിലൊക്കെ ടെക്നോളജികൾ വലിയ മാറ്റങ്ങൾ സൃഷ്ടിച്ചിട്ടുണ്ട്. അപ്പോൾ ആൾക്കാർ പറയാറില്ലേ, JCB വന്നു, ട്രാക്ടർ വന്നു, എന്നിട്ട് ജോലികൾ നഷ്ടമായോ, ഒരുപാട് പുതിയ ജോലികൾ ക്രിയേറ്റ് ചെയ്യപ്പെട്ടിട്ടില്ലേ എന്നുള്ളതൊക്കെ. പക്ഷേ നമ്മളാണ് ആദ്യത്തെ ജനറേഷൻ. നമ്മൾ എങ്ങനെയാണ് ചിന്തിക്കേണ്ടത് എന്നുള്ളതിനെ പോലും മാറ്റിമറിക്കുന്ന തരത്തിലേക്കുള്ള ഒരു ടെക്നോളജി വന്നത് ലോക ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ടാണ്. അപ്പോൾ മുൻപ് പ്രിൻറ്റിംഗ് പ്രസ് കണ്ടുപിടിച്ചു, പക്ഷേ അത് എല്ലാ നാട്ടിലേക്ക് എത്താൻ ഒരുപാട് സമയം എടുത്തിട്ടുണ്ട്. കമ്പ്യൂട്ടറിൻ്റെ റെവല്യൂഷൻ വന്നു, അത് എല്ലാ നാട്ടിലേക്ക് എത്താൻ ഒരുപാട് സമയം എടുത്തിട്ടുണ്ട്. ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ വന്നു, അത് എല്ലാ നാട്ടിലേക്ക് എത്താൻ ഒരുപാട് സമയം എടുത്തിട്ടുണ്ട്. പക്ഷേ AI വന്നു, അതൊരു കാട്ടുതീ പോലെ വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തും എത്തി. അപ്പോൾ ഇതിന് മുൻപത്തെ ഒരു റെവല്യൂഷൻ പോലെയും ആയിരിക്കില്ല ഇത് എന്നുള്ളതിന് ഒരുപാട് റീസൺസ് ഉണ്ട്. നമ്മളാണ് ഫസ്റ്റ് ജനറേഷൻ. നമ്മൾ എങ്ങനെ ചിന്തിക്കുന്നത് എന്നുള്ളതിനെ പോലും ഓട്ടോമേറ്റ് ചെയ്യാൻ കഴിയുന്ന, നമുക്ക് ഭാവിയിൽ മനുഷ്യർക്ക് ചെയ്യാൻ കഴിയുന്ന ആകെയുള്ള കാര്യങ്ങൾ, കോഗ്നിറ്റീവ് എബിലിറ്റി ആയിക്കോട്ടെ, ഫിസിക്കൽ എബിലിറ്റി ആയിക്കോട്ടെ, ഇതിനെയൊക്കെ റീപ്ലേസ് ചെയ്യാനോ അല്ലെങ്കിൽ ഒരു പരിധി വരേക്കും പാർഷ്യലി റീപ്ലേസ് ചെയ്യാനോ കഴിയുന്ന സാങ്കേതിക വിദ്യകൾ ഇന്ന് വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇത്തരം ഒരു കാലത്ത് ഹ്യൂമാനിറ്റിയുടെ ഫ്യൂച്ചർ എന്തായിരിക്കും എന്നുള്ളതിനെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്.